ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു കുക്ക് ബുക്ക് ആൻഡ് മൈ ജേർണീസ്. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടൊരു മത്തങ്ങ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കേരളത്തിലെങ്ങും ഉണ്ടാക്കുന്ന സൂപ്പല്ല. അങ്ങ് അമേരിക്കയിൽ ഞാൻ കാലിഫോർണിയയിൽ മോക്കളരിക്ക പോയ സമയത്ത് ഈ ഹാലോവീൻ ഡേയ്സൊക്കെ അല്ലേ, അപ്പോൾ അതിനു മുമ്പേ മത്തങ്ങകൾ ഇഷ്ടം പോലെ പിടിച്ച് വിളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. ആ സമയങ്ങളിലെല്ലാം ഒരു മത്തങ്ങ സ്പെഷ്യലായിട്ടുള്ള ഒരു ചന്ത മത്തങ്ങ മാത്രമേ അവിടെ കാണത്തുള്ളൂ. പലതരത്തിലുള്ള മത്തങ്ങകളാണ്, എന്തെല്ലാം ടൈപ്പ് മത്തങ്ങ വേണോ എല്ലാം അവിടെ കൊണ്ടുവന്ന് കൂമ്പാരം അടിച്ചിട്ടിരിക്കുകയാണ്. ഒരു ചന്തയാണെങ്കിലും ലൈറ്റെല്ലാം ഇട്ട് അലങ്കരിച്ച് പിന്നെ അവിടെ എല്ലാം ഉണ്ട്, നമുക്ക് വേണ്ടുന്നതെല്ലാം അവിടെയുണ്ട്. അപ്പോൾ ആളുകൾ തിക്കും തിരക്കുമാണ്. അങ്ങനെ നമ്മളും അത് കാണാൻ പോയി. അങ്ങനെ അത് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇത്രയധികം മത്തങ്ങയോ, ഇങ്ങനെയുള്ളൊരു മത്തങ്ങയോ. അപ്പം മത്തങ്ങ സൂപ്പ് വെക്കുന്നതിന് സ്പെഷ്യലായിട്ടുള്ള മത്തങ്ങകളുണ്ട്. അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, പല രീതിയിലുള്ള പലതും ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവരുണ്ടാക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അതേ രീതിയിലുള്ള മത്തങ്ങ കൊണ്ടൊരു കളി തന്നെ അന്നത്തെ ആ മാസങ്ങളിലൊക്കെ അങ്ങനെ നല്ല ഒരു എൻജോയ് ആയിരുന്നു നമുക്കവിടെ. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റസ്, മത്തങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ചുവന്ന കാപ്സിക്കം, അണ്ടിപ്പരിപ്പ്, ബദാം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, വെളുത്തുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, പുതിന ലീവ്സ്, ഇത്രയാണ് ഇതിനകത്ത് വേണ്ടുന്നത്. പിന്നെ കുറച്ച് ബട്ടർ, കുരുമുളക് പൊടി, ഇതൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. മത്തങ്ങ കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഒരു പാനിൽ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ വേവിക്കുക. വേവിച്ച് വെച്ചിരിക്കണം. എന്നിട്ട് അതിൽ നിന്നും അത് ആറാൻ വെച്ച് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെ ഈ പാനിലുള്ളത് ആറി മാറ്റി വെച്ചതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പും ഒരു മിക്സി ജാറിലിട്ടിട്ട് ഇതിനകത്ത് നമ്മൾ ഈ ആറാൻ വെച്ച മത്തങ്ങ കുറച്ച് ഇതിനകത്ത് ഇടുക, ജാറിൽ ഇടുക. ജാറിലിട്ട് അടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം ഇതിൽ അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം ചേർന്നതാണ്. അത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിൽ കുറച്ച് ചൂടാകുമ്പോൾ ബട്ടറിട്ട് ആ ബട്ടർ നല്ല ഒന്ന് സോൾട്ടായിട്ട് വന്നതിന് ശേഷം ഇതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അതൊന്ന് ഏകദേശം ഒന്ന് ഇതായി വരുമ്പം അതിനകത്ത് നമ്മൾ ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് സോൾട്ടാവട്ടെ. സോൾട്ടാകുമ്പോൾ അതിൽ ഉപ്പും ബട്ടറും ഒക്കെ പിടിച്ചിരിക്കും ഇതിനകത്ത്. പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ അടിച്ച് വെച്ചിരിക്കുന്ന ആ മത്തങ്ങ എടുത്ത് ആവശ്യത്തിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് പാനിലൊഴിക്കുക. പാനിലൊഴിച്ച് അത് നല്ലതുപോലെ ഒന്ന് ആവി വരുന്നത് വരെ ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ ആവി വന്ന് കഴിയുമ്പം കണ്ടില്ലേ, അതിൻ്റെ ആ ചുമന്ന ക്യാപ്സിക്കവും പച്ച ഇലകളുടെ ഒക്കെ നമുക്ക് നല്ലൊരു മഞ്ഞയും ചുമപ്പും ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പെപ്പർ ഇടുക. പെപ്പർ ഒരു ടീസ്പൂൺ പെപ്പർ ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ലെറ്റസ് ലീവ്സ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അത് ഇതിൻ്റെ കൂടെ നമുക്ക് ഇടാം. പിന്നെ അധികം ഒന്നും വേവേണ്ട ആവശ്യമില്ല. അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ മതിയാവും, സെറ്റായി വരും. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് ഉള്ള കുറുകുറുപ്പായി. പിന്നെ ചീര ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഉപ്പും ചേർത്ത് അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ചീരയിൽ ഉപ്പ് രസം ഉള്ളത് കാരണം അധികം ചേർക്കണ്ട, ഒരു നുള്ളിട്ടാൽ മതി. എന്നിട്ട് അത് നമ്മളെടുത്ത് ഒന്ന് ഇളക്കി കരണ്ടി കൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇവിടെ ഇന്ന് നമ്മുടെ 7 മണിക്കുള്ള ഡിന്നർ റെഡിയായി കഴിഞ്ഞു. പിന്നെ മുളക്, അതിൽ കാശ്മീരി മുളകിൽ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഇട്ട് ഒന്ന് ഇളക്കി അത് മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് മുട്ടയിലൊക്കെ കുറേശ്ശെ എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ചതിന് ശേഷം
ചെറുപയർ പുഴുങ്ങിയതിനകത്തും ഇത് തൊട്ട് നമുക്ക് കഴിക്കാം. ചീരയിലും ഇത് തൊട്ട് നമുക്ക് കഴിക്കാം. കാര്യം ഉപ്പില്ല എരിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ മുളവിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ചമ്മന്തി പോലെ നമുക്ക് തൊട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ മത്തങ്ങ സൂപ്പും അതുപോലെ നല്ലൊരു ആഹാരമാണ്. നമുക്ക് എല്ലാം ഇത്രയും ഫുഡിനകത്തെ ആവശ്യത്തിനുള്ള ഹെൽത്തി നമുക്ക് തരുന്നതാണ്. ആ ഹെൽത്തിൻ്റെ ഇതിൽ നമുക്ക് വിശപ്പും ദാഹവും എല്ലാം തന്നെ മാറും. ശരീരത്തിന് നല്ല ഒരു ഉന്മേഷവും ഉണ്ടാവും. ഇത് ദഹിക്കുന്നതിന് 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് ദഹിച്ചും കിട്ടും. അങ്ങനെ ഹെൽത്തിയായ നല്ലൊരു 7 മണിയുടെ ഡിന്നർ സെറ്റാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിശപ്പ് കൂടുതലുള്ളവർക്കാണെങ്കിൽ ഒരു കപ്പ് ചോറോ ഒരു ചപ്പാത്തിയോ കഴിക്കാവുന്ന കാര്യമേ ഉള്ളൂ. വിശപ്പില്ലെങ്കിൽ ഇത്ര മാത്രം മതി. പിന്നെ വിശക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഡിന്നറ് സെറ്റ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരെ ഓക്കെ, ബായ്.